ശ്രീ എന്താ പറ്റി വിഷമിച്ചിരിക്കുന്നത്? എന്റെ വീഡിയോ ഇട്ടിട്ട് വൈറലാവാത്തതിന്റെ വിഷമത്തിൽ ഇരിക്കുവാന്നോ? വീഡിയോ വൈറലാകാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ അറിയിച്ചു. വൈറലാവുമ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ അതിനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇവിടെ എന്താണെന്നറിയോ, ഈ 2014 ശേഷം സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. എന്റെ പ്രതീക്ഷ 2021 അല്ല 2019 ഇലക്ഷനകത്ത് ഇവര് മാറി വേറെ പിന്നെ സർക്കാർ വരും, അതിനോട് വീണ്ടും നമുക്ക് സമാധാനം തിരിച്ചു കിട്ടുമെന്നുള്ള ആഗ്രഹം ഞാൻ അടക്കമുള്ള യുവജനങ്ങൾ അല്ലെങ്കിൽ ജനത, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയില്ല. ഇനിയെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. എല്ലാവരും വിചാരം ഇവിടെ മുസ്ലിങ്ങളല്ലയോ സമാധാനമൊക്കെ അനുഭവിക്കും, അതൊന്നുമല്ല. രാജ്യം മൊത്തം മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ ഇല്ല, രാജ്യം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കേട്ടാല് ഇതിൽ നിന്ന് മോചനം കിട്ടിയത് നമ്മള് സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ സമാധാനം ഉണ്ടല്ലോ, നമ്മളിവിടെ ഗൾഫിലല്ലേ, നമുക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചതാണ്. ഒന്നുമില്ല. നമ്മൾ നാളെ പോയി ജീവിക്കേണ്ട നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ്. അതിൽ നിന്നൊരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികഷമായ ഈ സർക്കാരിനെ ഇറക്കി താഴെയിട്ട് കഴിഞ്ഞിടയ്ക്കല്ല 3-4 ദിവസം മുമ്പ് അതിനാ ഞാൻ വീഡിയോ ഇറക്കി. നമ്മുടെ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പോയി സംസാരിച്ച കേട്ടില്ല. ഇവിടുത്തെ സ്വത്തുക്കൾ മൊത്തം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഞാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയല്ല. ഈ BJP എന്ന് പറയുന്ന ഈ നികൃഷ്ട ജന്തുക്കളെ ഈ അധികാരത്തിൽ കയറ്റി ഇരുത്താൻ കാര്യം ഈ കോൺഗ്രസ്സുകാർ തന്നെ. എങ്കിൽ പോലും ഈ കോൺഗ്രസ്സുകാർ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങൾക്ക് ഈ ഇവിടുത്തെ സ്വത്തുക്കൾ കൊടുക്കാന്ന് പറയുന്നതല്ലോ മതപരമായ വോട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന വോട്ട് ഉള്ളത് ഹിന്ദുക്കൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഹിന്ദുക്കളല്ല. ഇവിടെ ഒരു മതത്തിനെയും ഒരാളെയും ആരും സപ്പോർട്ട് ചെയ്യേണ്ട, ആരും ഒന്നും ചെയ്യേണ്ട. നമ്മൾ തന്നെ അധ്വാനിച്ച് ജീവിച്ചോളൂ. നമുക്ക് നമ്മുടെ രാജ്യത്ത് വേണ്ട സമാധാനമോ സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇത് നമ്മുടെ രാജ്യത്തിനില്ല. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം കുറച്ച് നാളായി മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുന്നത്. അതാ ഞാൻ ഇപ്പൊ 2 വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് മാറിയെന്നൊക്കെ എടുത്ത ആ വീഡിയോ അത് വൈറലാവണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. വൈറലാവുക, കാണുന്നവർ കാണട്ടെ, കണ്ടവർക്ക് എന്തെങ്കിലും ഒരു ചിന്താഗതി അതിലൂടെ കിട്ടുവാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ. അതിലൂടെ കിട്ടുമെന്ന് അറിയത്തില്ല. കാര്യം ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നുമല്ല. അതിനകത്തൂടെ അവർക്ക് വലിയൊരു ചിന്താഗതി ഒന്നും കിട്ടാൻ വേണ്ടി. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. 26-ാം തീയതി നടക്കുന്ന ഇലക്ഷനാണ്. എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇപ്പോ എല്ലാരും പറയും കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുത്താൽ പോരെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പറഞ്ഞ് വേർതിരിച്ച് പറയുന്നതല്ല. ഞാൻ ഒരു പാർട്ടിയുടെയും അതീതമായി സംസാരിക്കാൻ. ഈ കോൺഗ്രസ്സുകാർ ജയിച്ചാൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകും, ശരിയായിരിക്കാം. ഈ പറയുന്നത് ശരിയായിരിക്കും. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജയിച്ചിട്ട് കേന്ദ്രത്തിൽ ഒന്നും നേടാനില്ല എന്നുള്ള ധാരണ അവരുടെ ഭാഗത്തുനിന്ന് ശരിയായിരിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരുത്തനെങ്കിലും ഒരാളെങ്കിലും ജയിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ കിടക്കുന്ന ചോദ്യം ചങ്കൂറ്റത്തോടു കൂടിയാണ് ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ കേൾപ്പുള്ള ഒരുത്തനെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയാൽ മാത്രമേ ഉണ്ടാകൂ. ചിലപ്പോ ഈ പറയുന്ന രീതിയിലുള്ള വിഷയം ഉണ്ടാവാത്ത രീതിയിൽ ചിലപ്പോ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുക നല്ല താല്പര്യം നടത്തുന്ന സർക്കാർ വരാതിരിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന വിലകേടിന് കൂറ്റത്തോടു കൂടി ആ പ്രധാനമന്ത്രിയുടെ മുഖത്ത് ചോദിക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ മസ്റ്റാണ്. ഈ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ കണ്ടില്ല, ഇന്ന് കേരളത്തിൽ നിന്ന് 19 കോൺഗ്രസ് എംപിമാരെയും ഒരു കമ്മ്യൂണിസ്റ്റ് എംപിയാണ് നമ്മൾ കയറ്റിവിട്ടത്. അവിടെ പക്ക കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചു ഉപരോധിക്കേണ്ട സമയത്ത് ഉപരോധിച്ചു നിന്ന് ഒരേ ഒരു എംപിയാണ്. അതായത് ഇവിടെ ആലപ്പുഴ ജയിച്ച ആരിഫിൽ. ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചിട്ട് പോയാലും അവിടെ പോയിട്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും. കാരണം കമ്മ്യൂണിസ്റ്റും ആഗ്രഹിക്കുകയും ഇത് തന്നെയാണ് സമാധാനപരമായ ഇന്ത്യ. അധികാരമൊന്നും എന്റെ കാഴ്ചപ്പാടിൽ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാന് ഇപ്പൊ ഇതിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാര് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് ഏതൊരു ഭാഗത്ത് നിന്ന് ജയിച്ചിട്ട് പോകുന്ന കോൺഗ്രസ്സുകാരൻ പിന്നെ അവർ കോൺഗ്രസ്സുകാരനല്ല. ഈ കോൺഗ്രസ് RSS എന്നുള്ള ഒരു വാചകം കൂടെ അതിനകത്ത് ചേരുന്നതിന്റെ പേരില് ഇവർ പിന്നീട് RSS എന്ന് പറയുന്ന സംഘടനയിലേക്ക് മാറുകയാണ്. പൈസയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്താ ഭീഷണിയുടെ പേരിലോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാവും. ക്യാരക്ടർ തന്നെ വന്നോട്ടെ, സന്തോഷമുള്ളൂ, അതാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കേസ് കേട്ട് നീ നിന്റെ വീട്ടിൽ പറയേണ്ടത്, ഞാൻ എന്റെ വീട്ടിൽ പറയേണ്ടത്, ചിന്തിച്ച് നമ്മുടെ നാടിന് സമാധാനപൂർവ്വമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന ആരും അവർക്ക് വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിച്ച് കയറ്റി വിടുക.
ഇത് എല്ലാവരും, നീ അടക്കം നിന്റെ സുഹൃത്തുക്കളോട് പറയണം, നിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്യണം. ഇന്ന് രാവിലെ ഞാനും എന്റെ ഫാദർ എന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന ഒരു വോയിസ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു. അദ്ദേഹം പോലും ഇതിനകത്ത് പുള്ളി പണ്ട് കുറച്ച് രാഷ്ട്രീയമൊക്കെ കളിച്ച് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് കുറെ ബോധവാനാണ്. പുള്ളി ഇന്ന് കുറെ നാളിന് ശേഷം ഇന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ സംസാരിച്ചത്. ഇപ്പോ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം പോലും പുള്ളിയുടെ ആ സംസാരമാണ്. എല്ലാരും ചിന്തിക്കുക, ചിന്തിച്ച് വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് സുരക്ഷിതമാണ്, നിങ്ങളുടെ രാജ്യം സമാധാനപൂർവ്വം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിൽക്കും എന്ന് തോന്നലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ജയിപ്പിച്ചു വിടുക. രാജ്യത്തെ നരബലിയാക്കിക്കൊണ്ടിരിക്കുന്ന, മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന അവരെ നിങ്ങൾ ഒഴിവാക്കി നിർത്തുക. ഒരു വോട്ട് പോലും കൊടുക്കാതിരിക്കുക. ഇത് ഞാനിപ്പോ കുറെ ഈ ഒരു വോട്ട് പോലും കൊടുക്കാതിരിക്കുക എന്നുള്ള വാചകം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. സത്യത്തിൽ അത്ര വിഷമം കൊണ്ട് പറഞ്ഞ ഒരു വോട്ട് പോലും അവർക്ക് കൊടുക്കരുത്. അവർക്ക് ഒരു വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഒരു പ്രചോദനം. ഞങ്ങൾക്ക് ഒരു വോട്ട് കിട്ടി, നാളെ 2 വോട്ട് കിട്ടുന്നുള്ള പ്രചോദനം അവർക്ക്. നമ്മുടെ രാജ്യത്ത് 2 സീറ്റ് ഉള്ളവർ ഇന്ന് 400 സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ട വേറെയാണ്. അവര് ഇവിടെ ഒരു എന്താ പറയാ, അവര് ഹിന്ദുത്വവൽക്കരിക്കുകയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം, ഈ ഹിന്ദുക്കളെ എല്ലാം ഞാൻ ഇതാക്കുന്നില്ല. RSS ആര് ഹിന്ദുക്കളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം RSS ആര് ഹിന്ദുക്കളല്ല, STPക്കാരും മുസ്ലിങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ RSS STP എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഒരുപാട് പറഞ്ഞ് കാട് കയറുന്നില്ല, നീ ഇപ്പൊ വീഡിയോ എടുക്കുമല്ലോ. ഇത്രേ പറയുന്നുള്ളൂ. 26-ാം തീയതി നടക്കുന്ന ഇലക്ഷനകത്ത് എല്ലാവരും ചിന്തിച്ച് നമ്മുടെ രാജ്യത്തിനെ ആർക്കാണോ, നമ്മുടെ രാജ്യം സുരക്ഷിതമായി ആരുടെ കയ്യിൽ സേഫായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക, അവരെ വിജയിപ്പിക്കുക. നമ്മുടെ രാജ്യം സമ്പൂർണ്ണ പഴയ രീതിയിൽ, എങ്ങനെ നമ്മുടെ രാജ്യം പഴയ രീതിയിൽ ഒരു മതത്തിന്റെ പേരിൽ, വിദ്വേഷത്തിന്റെ പേരിൽ അരിയുണ്ടാക്കാതെ സന്തോഷത്തോടുകൂടി ജീവിച്ചു ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന വ്യക്തികളുടെയും നമ്മുടെ രാജ്യത്തെ ഏൽപ്പിക്കുക.